ഇത് കേൾക്കുമ്പോ നനയാത്ത കണ്ണുകൾ ഉണ്ടാകൂല, പെടയാത്ത മനസ്സുണ്ടാകൂല. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കൂട്ടുകാരൻ എന്റെ വാട്സപ്പിലേക്ക് ഒരു വീഡിയോ അയച്ചു തന്നു. ഞാൻ ആ വീഡിയോ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കി. അതിൽ നോക്കുമ്പോ ചെറുപ്പക്കാരാ, നമ്മെ പോലെയുള്ളൊരു ചെറുപ്പക്കാരൻ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഒരു പിടി ഭക്ഷണം കഴിക്കുകയാണ്, ഒരു പിടി ഊണ് കഴിക്കുകയാണ്. ഉമ്മ ഈ ചോറുണ്ടല്ലോ അത് റൗണ്ട് പോലെ പിണ്ട പോലെ ആക്കിയിട്ട് ആ ഉമ്മ കൈകൊണ്ട് ഇങ്ങനെ കുലുക്കി മരിച്ചിട്ട്, പണ്ട് നമ്മുടെ ഉമ്മമാർ നമ്മുടെ തൊള്ളയിൽ ചോറിട്ട് തന്നത് മറന്നിട്ടുണ്ടോ? എടാ, ഇന്ന് നിനക്കതിന് നേരല്ലല്ലടാ. ഇന്നത്തെ പരിയാൽ തടക്കയുടെ വാത് അവസാനിപ്പിക്കുമ്പോ എന്നോട് ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ വരുമ്പോ എന്റെ ഉമ്മാനോട് ഞാൻ പറഞ്ഞു വന്നതാ, എല്ലാ ദിവസവും ഒരു നേരം ഉമ്മ ഒരു പിടി ഊണ് നിന്റെ കയ്യിൽ നിന്ന് എന്റെ വായയിലോട്ട് കിട്ടണോ? നിങ്ങളും തീരുമാനിക്കണോ. നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു നേരം ഉമ്മാന്റെ അടുത്ത് പോയി എല്ലാം ഉമ്മാന്റെ കയ്യിൽ നിന്ന് കഴിക്കണോന്നല്ല, ഒരു പിടി ഊണങ്ങെടുത്ത് ഉമ്മ ആ ബറക്കത്തുള്ള കൈ കൊണ്ട് എന്റെ വായയിലൊന്നിട്ട് തരുമോ എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കൈ കൊണ്ട് ഒരു പിടി ഭക്ഷണം കഴിക്കണോ? ആ കൈയുണ്ടല്ലോ ചെറുപ്പക്കാരാ, ഇന്ന് നോക്കുമ്പോൾ ആ കൈ മിനുസമുണ്ടാകണമെന്നില്ല, സോഫ്റ്റ് ഉണ്ടാകണമെന്നില്ല. നല്ല ദർഗുള്ള കയ്യാണ്, നല്ല ഹാർഡുള്ള കയ്യാണ്, നല്ല റഫുള്ള കയ്യാണ്. എടോ, പണ്ടത്തെ കായർക്കിട കല്ലുണ്ടല്ലോ, ഇന്നത്തെ സ്വിച്ച് അമർത്തിയിട്ട് കറങ്ങുന്ന യന്ത്രമല്ല. അതേ സമയത്ത് പഴയ കാലത്ത് കായമറക്കുന്ന കല്ല് കൈകൊണ്ട് പിടിച്ച് അറുത്ത കയ്യാ. അതുകൊണ്ട് ഉമ്മാന്റെ കയ്യിൽ മുറിവുണ്ട്, ഉമ്മാന്റെ കൈ ദർഗായി പോയിട്ടുണ്ട്. ആ കൈ ബറക്കത്തുള്ള കൈയാണ് മക്കളെ. ആ കൈ കൊണ്ട് നിനക്ക് ഒരു നേരത്തെ ഊണ്, ഒരു പിടി ഊണ് നിന്റെ വായയിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? നിന്റെ ദേഹത്തിന് രോഗങ്ങളില്ല, അസുഖങ്ങളില്ല. അത് ഉമ്മാന്റെ ബറക്കത്തുള്ള കൈയാണ്. ഇതിന് നമ്മളൊക്കെ അവസരം കാണണോ? ദുനിയാവിലെ ചങ്ങായി ചങ്ങായി എന്ന് പറഞ്ഞിട്ട് ഏത് സമയത്തും ചങ്ങായിന്റെ കൂടെ ബൈക്കിൽ പോയത് കൊണ്ടായില്ല. നടുവേദനയുള്ള ഉമ്മ വീട്ടിലുണ്ട്, ഊരവേദനയുള്ള ഉമ്മ വീട്ടിലുണ്ട്. കുറെ കാലമായി നിന്നോട് ഉമ്മ വേദന പറയുന്നു, ഇപ്പൊ ഉമ്മ വേദന പറയുന്നില്ല. ഉമ്മാക്ക് പറഞ്ഞു പറഞ്ഞു മതിയായിട്ടുണ്ട്. ഇപ്പൊ ഉമ്മ വേദന കടിച്ചിറക്കുകയാണ്. ആ ഉമ്മാന്റെ ഒരു സന്തോഷം എന്താണെന്നറിയോ? ആരോഗ്യമില്ലാത്ത ശരീരമുള്ള നിന്റെ ഉമ്മ, ആ ഉമ്മാന്റെ സന്തോഷം ഒന്നേയുള്ളൂ. ചെറുപ്പക്കാരാ, ഉമ്മാന്റെ അടുത്തിരുന്നിട്ട് ഒരു 2 വാക്ക് തമാശ പറയണോ? ഉമ്മാന്റെ കാലിൽ ഒരു കുച്ചുകുലിയാക്കണോ? ഉമ്മാന്റെ കൈ പിടിച്ചിട്ടൊന്നമർത്തണോ? ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണോ? ഉമ്മാക്ക് എന്തൊരു സന്തോഷമാ. ഇന്ന് പോലും ഞാൻ ഇവിടെ വന്നപ്പോ എന്നോടൊരാള് പറഞ്ഞു, ഉമ്മാനെയും കൂട്ടിയിട്ട് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ട്. ഇന്നലത്തെ വാളിന്റെ സദസ്സിൽ, ആ വാളിന്റെ സദസ്സിൽ സംഭാവനകൾ ഇങ്ങനെ പറയുമ്പോ ഒരു ചെറുപ്പക്കാരൻ സംഭാവന ഏറ്റെടുക്കുകയാണ്. ഉസ്താദേ, ഒരു 3333 രൂപ ഞാൻ തരാം. എന്റെ കൈ, ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് ഹജ്ജിന് പോകണം. ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് എനിക്ക് ഹജ്ജിന് പോകണം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമുക്കും അതിന് ആഗ്രഹമുണ്ട്. ഈ സദസ്സിലുള്ള നമുക്കെല്ലാവർക്കും മാതാപിതാക്കളോടൊപ്പം ഹജ്ജ് ചെയ്യാനും അല്ലാതെയും ഹജ്ജ് ചെയ്യാനും അല്ലാഹു ഭാഗ്യം തരട്ടെ. ഈ ചെറുപ്പ
ചെറുപ്പക്കാരൻ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ആ ഉമ്മ ചിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ ഗൾഫിൽ പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ പ്രവാസിയായ കേരളക്കാരനായ മലയാളിയായ ഈ ചെറുപ്പക്കാരനോ മരണപ്പെട്ടു പോയി. എന്റെ മുഅ്മിനീങ്ങളൊന്ന് എണീറ്റ് നിൽക്കുമോ? എല്ലാ മുഅ്മിനീങ്ങളും അടുത്തേക്ക് വരണം. ദൂരെയുള്ളവർ സ്റ്റേജിന്റെ സമീപത്തേക്ക് വരണം. പുറത്തുള്ളവർ കമ്പൗണ്ടിന്റെ ഉള്ളിലോട്ട് കയറണം. ഉമ്മമാരെ സംസാരിക്കാതെ മൗനം വീക്ഷിക്കണം. ഞാൻ എന്റെ വാദ് അവസാനിപ്പിക്കുന്നു. നമുക്കിവിടുന്ന് ദുആ ചെയ്ത് പിരിയണം. ഇത് നമ്മുടെ അവസാനത്തെ സദസ്സാകരുത്. ഇനിയും ഒരുപാട് നല്ല നല്ല സദസ്സുകളിൽ സംഗമിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴാണ് മരിക്കുക എന്ന് പറയാൻ പറ്റൂല. പക്ഷേ മരിക്കുമ്പോൾ നല്ല ഈമാനോടുകൂടെ മരിക്കണം. പുഞ്ചിരിച്ച് മരിക്കണം. ഗീബത്ത് പറയുന്നവരാകരുത്, നമീമത്ത് പറയുന്നവരാകരുത്, ഫിത്നയുണ്ടാക്കുന്നവരാകരുത്, ഫസാദുണ്ടാക്കുന്നവരാകരുത്, മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാകരുത്. മഹല്ലുകളിൽ നല്ല ഐക്യം നിലനിർത്തണം. ഇന്നലെയും ഞാനത് വാള് പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും ഞാൻ അതിനു വേണ്ടി വാള് പറയാറുണ്ട്. അത് എന്നെ പഠിപ്പിച്ചതെന്റെ ഉസ്താദാണ്. എല്ലാ തങ്ങന്മാരെ ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണം. അവിടെ വിവേചനം വേണ്ട. തങ്ങൾക്ക് തങ്ങളുടെ മഹത്വം കിട്ടുന്നത് തങ്ങളായതുകൊണ്ടാണ്. ആലിമീങ്ങൾക്ക് ആലിമിന്റെ മഹത്വം കിട്ടുന്നതോ ആലിമായതുകൊണ്ടാണ്. നമ്മളെല്ലാവരും ഒന്നിക്കണം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീആ. നിങ്ങളെല്ലാവരും പാശത്തെ മുറുകെ പിടിച്ച് ജീവിക്കണം. ഇവിടെ ഞാൻ നോട്ടീസ് കണ്ടു. ഇന്ന് വഅദ് പറയാൻ ഒരു സഖാഫിയാണ്, നാളെ വഅദ് പറയാൻ ഷമീർ ദാരിമി ഉസ്താദാണ്. സുബ്ഹാനല്ലാഹ്. സഖാഫി ആയാലെന്തേ, ദാരിമി ആയാലെന്തേ, അവരെല്ലാം പഠിച്ചത് ഇൽമല്ലേ? അവര് പഠിച്ചത് സുന്നത്ത് ജമാഅത്തല്ലേ? സുന്നത്ത് ജമാഅത്തിനെതിരായതവരൊന്നും പഠിച്ചില്ലല്ലോ. ഈ നാട്ടിന്റെ ഐക്യം നോട്ടീസിലൂടെ കണ്ടപ്പോ ഈ നാടിനോടും മഹല്ല് കമ്മിറ്റിയോടും ഉത്തരവാദിത്വപ്പെട്ട നാട്ടിലെ മുഴുവൻ ആളുകളോടും വലിയ സ്നേഹം തോന്നിപ്പോയി, വലിയ ബഹുമാനം തോന്നിപ്പോയി. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീആ. നിങ്ങളെല്ലാവരും അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാമാകുന്ന പാശത്തെ മുറുകെ പിടിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കണം. ഒരു ഉമ്മാന്റെ ബാപ്പാന്റെ മക്കളെ പോലെ ജീവിക്കണം. വലാ തഫറഖൂ. നിങ്ങൾ തമ്മിലടിച്ച് ചേരിതിരിഞ്ഞ് ചിന്ന ഭിന്നമായി നശിക്കരുതേ ജനങ്ങളെ. ഇത് നൗഫൽ സഖാഫിയുടെ ആഹ്വാനമല്ല, പരിശുദ്ധ ഖുർആനിലെ അള്ളാന്റെ പ്രഖ്യാപനമാണ്. അതിനു വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. എന്നിട്ട് നല്ല രൂപത്തിലൊന്ന് മരിക്കണം. സഅദ് ഇബ്നു മുആദ് തങ്ങൾ വഫാത്തായതുപോലെ വഫാത്താകണം. മഹാനവരുകൾ വഫാത്തായി. ചെറുപ്പക്കാരാ, പള്ളിയോട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കുന്ന നല്ല യുവാക്കളാണ് ഈ നാട്ടിലുള്ളത്. കഴിവിന്റെ പരമാവധി ജമാഅത്തിൽ വരണം. സുബഹി ജമാഅത്തിന് ഒറ്റ ചെറുപ്പക്കാരനും വീട്ടിൽ നിസ്കരിക്കുന്നവനാകരുത്. പള്ളിയിലേക്ക് വരുമ്പോ, സുബഹി ജമാഅത്തിന് വരുമ്പോ പള്ളിയുടെ പരിസരത്തുള്ള കല്ലുകൾ നിങ്ങൾക്ക് സാക്ഷിയാണ്, മരങ്ങൾ സാക്ഷിയാണ്, മണലുകൾ സാക്ഷിയാണ്. അങ്ങനെ ജമാഅത്ത് നിസ്കാരത്തിന് പള്ളിയിൽ വരണം. പള്ളിയിൽ നടക്കുന്ന ഒറ്റ സ്വലാത്ത് മജ്ലിസും മുടക്കരുത്. ആത്മീയ സദസ്സ് മുടങ്ങരുത്. ആഴ്ചയിൽ ഉണ്ടോ ഒറ്റ ഒരു ആഴ്ചയിലെ സദസ്സും മുടങ്ങാൻ പാടില്ല എന്ന ഒരു വാശി നിനക്ക് വേണോ?
എന്നിട്ടോ നാട്ടിലുള്ള പാവങ്ങളെ സഹായിക്കണം. നേരത്തെ ഇവിടെ അതാ പറഞ്ഞപ്പോൾ പറഞ്ഞു, അങ്ങനെയാണ്. നേരത്തെ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞു, നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു. ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിൽ മുതഅല്ലിമീങ്ങളെ കാണുന്നുണ്ട്. അത് ഇവിടെ പഠിക്കുന്ന മക്കളല്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പരിസരത്തെ നാട്ടിൽ പഠിക്കുന്ന മക്കളായപ്പോഴും പരിയാൾ തടുക്കയിൽ വാല നടക്കുമ്പോൾ ഈ സദസ്സിൽ വന്നിരുന്ന് ഭംഗിയാക്കിയിരിക്കുന്നു. എന്തേ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ പരിസരത്തുള്ള പലരും എന്നോട് പറഞ്ഞു, യൂസുഫ് സാഹിബ് എന്നോട് സൂചിപ്പിച്ചു, നമ്മുടെ പ്രസിഡന്റിന്റെ നേതൃത്വത്തില് MS മുഹമ്മദ് കയുടെ നേതൃത്വത്തില് ഈ നാട്ടിൽ കുറെ നല്ല ജനങ്ങൾ ഒരുപാട് സഹായിച്ചു, അറികൾ എത്തിച്ചു. അതാ അവിടെ നടക്കുന്ന അവരെ നാട്ടിൽ അവരെ നേതൃത്വത്തിൽ നടക്കുന്ന ദർസിന് ഈ നാട്ടിലെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അതാ അറിയെത്തിക്കുന്നു. ഞാനിപ്പോ ഓർത്തു പോകുന്നു, നമ്മുടെ MS മുഹമ്മദ് ഖാനെ കുറിച്ച് ഉക്കുടത്തെ മുദരിസ് ഉസ്താദ് പറഞ്ഞത്, എപ്പോഴും പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഓർത്തതുപോലെ ഇപ്പൊ ഓർക്കുകയാണ്. അവിടെ പഠിക്കുന്ന മക്കൾ മുതഅല്ലിമീങ്ങൾ ഭക്ഷണത്തിന് പോകുമ്പോ നമ്മുടെ പ്രസിഡന്റ് MS മുഹമ്മദ് ഖായുടെ വാഹനം അതിലൂടെ അങ്ങ് പോകുമ്പോ അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളുണ്ട്. പക്ഷേ വണ്ടി അങ്ങ് നിർത്തൂ, ഈ മുതഅല്ലിമീങ്ങളെ വണ്ടിയിൽ കയറ്റൂ, എന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന വീട്ടിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തൂ. തിരിച്ചു വരുമ്പോ പള്ളിയിലേക്ക് പോകുമ്പോ പാവം മക്കൾ കുറെ നടന്നിട്ട് പോകണം, എന്നിട്ട് പോയി പഠിക്കണം. അത് മനസ്സിലാക്കിയിട്ട് പോകുന്ന വഴിയിൽ അദ്ദേഹം വണ്ടി നിർത്തിയിട്ട് മുതഅല്ലിമീങ്ങളെ കയറ്റുന്നു, പള്ളിയുടെ മുന്നിൽ നിർത്തുന്നു. അത് ഇൽമുള്ളവരോടുള്ള ബഹുമാനമാണ്, ഈ കാണുന്ന തലകെട്ടിനോടുള്ള ആദരവാണ്. അല്ലാഹു അദ്ദേഹത്തിന് ബറക്കത്ത് ചെയ്യട്ടെ, കമ്മിറ്റിക്കാർക്ക് മുഴുവനും ബറക്കത്ത് ചെയ്യട്ടെ. ചെറുപ്പക്കാരെ, നാട്ടില് പാവപ്പെട്ട പെൺകുട്ടികളുണ്ടോ? കല്യാണം കഴിക്കാതെ ബാക്കിയുള്ള മക്കള് സാധിക്കുന്നുണ്ടോ? ഒന്നിരിക്കലോ നീ കല്യാണം കഴിക്കണോ? ഇല്ലേ? ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് സഹായം നൽകാൻ നിന്റെ ആരോഗ്യം ചെലവഴിച്ചോ? രോഗികൾ ഡയാലിസിസ് ചെയ്യപ്പെടുന്ന ആളുകളുണ്ട്, അവരൊക്കെ പണം കൊടുക്കാൻ ആരുമില്ല. നീ അതിനു വേണ്ടി ഇറങ്ങണം, അവരെ സഹായിക്കണം. എന്നാൽ അറിയോ ചെറുപ്പക്കാരാ, ഒരു നാള് നമുക്ക് ഹീറോ പോലെ മരിക്കാൻ കഴിയും. അപ്പോഴാണ് നൗഫൽ സഖാഫിക്ക് ഒരുപാട് ഫോളോവേഴ്സ് വേണ്ടത്. ഇന്ന് യൂട്യൂബ് ചാനലിൽ കുറെ ഫോളോവേഴ്സ് കിട്ടിയിട്ട് കാര്യമില്ല. ചില ആളുകൾ പറയും, ഉസ്താദേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഉസ്താദിനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ഇവിടെ എനിക്ക് ഫോളോവർ കൂടിയിട്ട് കാര്യമില്ല. എനിക്കൊരു മരണമുണ്ട്, എന്റെ മയ്യത്ത് എന്റെ അതാ സ്ഥലത്ത് വെച്ച് അതാ കിടത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് മുതഅല്ലിമീങ്ങൾ വരുന്നു, സാദാത്തുക്കൾ വരുന്നു, തങ്ങന്മാര് വരുന്നു, നല്ല നല്ല ഈമാനുള്ള ജനങ്ങൾ വരുന്നു. എനിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്നു, ജനനിബിഡമാകുന്നു, ഖുർആൻ ഓതുന്നു. എന്റെ ഖബറിന്റെ അരികിൽ ഇടക്കിടക്ക് ആളുകൾ വന്ന് യാസീൻ ഓതി ദുആ ചെയ്യുന്നു. ആ രൂപത്തിൽ എനിക്ക് മരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അപ്പോഴാണ് എന്റെ മയ്യത്ത് നിസ്കാരത്തിന് എത്ര ആളുകളുണ്ടെന്ന് നോക്കിയിട്ടാണ് എനിക്കുള്ള ഫോളോവേഴ്സിനെ തീരുമാനിക്കുന്നത്, എന്റെ അഭിമാനികളെ തീരുമാനിക്കുന്നത്. അല്ലാതെ ഇവിടെ കുറെ അഭിമാനികൾ ഉണ്ടായിട്ട് കാര്യമില്ല. സ്റ്റേജിലോട്ട് കയറുമ്പോ കൈപിടിച്ച് കയറ്റി തന്നത് കൊണ്ട് കാര്യമില്ല.
കാറിൽ കയറാൻ പോകുമ്പോ ഡോറ് തുറന്നു തന്നിട്ട് കാര്യമില്ല. മരിച്ച് മയ്യത്തായി കിടക്കുമ്പോ അവിടെ എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങൾക്ക് എന്നെ കാണണം. എവിടെയെങ്കിലും ഞാൻ മരിച്ചു എന്ന വാർത്ത കേട്ടാൽ ഉമ്മമാരെ ഒരു യാസീനോദാൻ മറക്കരുത്. ചെറുപ്പക്കാരെ, എന്റെ മയ്യത്തിന്റെ അരികിൽ വന്ന് ഒരു ഫാത്തിഹ ഓതാൻ മറക്കരുത്. ചിലപ്പോ നിന്റെ മയ്യത്ത് നിസ്കാരമാണിരിക്കും എന്റെ സ്വർഗത്തിലേക്കുള്ള പോക്ക് റബ്ബ് തീരുമാനിക്കുന്നത്. ഫത്ഹ് ഇബ്നു ശുഖ്റഫ് റളിയല്ലാഹു അൻഹു മഹാനവരികൾ വഫാത്തായപ്പോ 33 തവണ മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട്. ഒരു തവണ മയ്യത്ത് നിസ്കാരം നടന്നപ്പോ എത്ര ആളുകളാണെന്നറിയോ? 30,000 ആളുകളാണ്. അങ്ങനെ 33 തവണ മയ്യത്ത് നിസ്കാരം നടന്നിട്ടുണ്ട്. സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോ ആളുകൾ പറഞ്ഞു, മാ അഖഫ ജനാസതാ. എന്തേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന് തീരെ കനമില്ലല്ലോ, തീരെ കനമില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബത്തെ 70,000 മലക്കുകൾ സഅദ് ഇബ്നു മുആദ് തങ്ങളുടെ മയ്യത്തിന്റെ അരികിൽ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ചില മലക്കുകൾ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ചുമക്കുന്നുണ്ട്. മാനവരുടെ ശരീരത്തെ മറവ് ചെയ്യാൻ നോക്കുമ്പോ ഖബറ് കുഴിച്ചപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കസ്തൂരിയുടെ മണം വരുന്നു. ഉമ്മമാരെ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ വഫാത്താകുമ്പോ അതാ റൂമിലുള്ള ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ മാറി നിന്നോ. റൂമിലുള്ള കൂട്ടുകാരോട് പറഞ്ഞു, മാറി നിന്നോളൂ, ഇവിടെ എന്നെ കാണാൻ ചില അതിഥികൾ വരുന്നുണ്ട്, റൂഹ് പിടിക്കുന്ന മലക്ക് വരുന്നുണ്ട്, അതോടൊപ്പം റഹ്മത്തിന്റെ മലക്കുകൾ വരുന്നുണ്ട്. ഭാര്യ പുറത്തുപോയി മെല്ലെ വാതിലിന്റെ അരികിൽ നിന്ന് ഇങ്ങനെ നിന്ന് നോക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ഫ്രഷായി കുളിച്ചിട്ട് കുപ്പായം മാറ്റിയിട്ട് വുളൂവെടുത്തിട്ട് അതാ മരിക്കാൻ ഖിബലയിലേക്ക് തിരിഞ്ഞു കിടക്കുന്നു. എന്നിട്ടതാ ഒരു നേതാവിനെ വിളിച്ചിട്ട് സലാം പറയുന്നു. ആരാണ് ആ നേതാവെന്നറിയോ? ആദി അമൈത്തെ നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമീന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി ആമന്നാ ബിറസൂലില്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഉറക്കെ ചൊല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ज़मीनो ज़मान तुम्हारे लिए मकीनो मकान तुम्हारे लिए चुनी नो चुना तुम्हारे लिए हरे बने दो जगह तुम्हारे लिए
एक बार मदीना जाना है, फिर वापस लौट कर नहीं आना है। कब्र का खौफ ना रखना है दिल, वहाँ सरकार सल्लल्लाहु अलैहि वसल्लम के चेहरे की जियारत होगी। ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് പുറത്ത് നിന്നിട്ട് ഭാര്യ വാതിലിന്റെ ഇടക്കൂടെ ഇങ്ങനെ ചെവി വെച്ച് കേൾക്കുകയാണ്, എന്റെ ഭർത്താവ് എന്തോ മിണ്ടുന്നുണ്ടല്ലോ, സംസാരിക്കുന്നുണ്ടല്ലോ, എന്താ ഈ പറയണത്? അപ്പൊ കേട്ടതെന്താണെന്നറിയോ? നേതാവായ മുത്തു റസൂലുള്ളാഹി, പോരാ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുകയാണ്. കാരണം മഹാനവരുകൾ വഫാത്താകുമ്പോൾ ആ മയ്യത്ത് സ്വീകരിക്കാൻ ലോക നേതാവ് അവിടെ എത്തിപ്പോയി. അതുകൊണ്ടാണ് ആശിഖീങ്ങൾ ചോദിക്കുന്നത്, ഖബർ കാ ഖൗഫ് നാ റഖ്നാ ഹേ ദിൽ, ഖൽബിൽ ഖബർ പേടി വെച്ച് നടക്കണ്ട, പ്രതീക്ഷിച്ചോളൂ നിങ്ങൾ. ആ ഖബറിൽ സർക്കാർ സല്ലല്ലാഹു അലൈഹി വസല്ലം के चेहरे की ज़ियारत होगी. ആ ഖബറിൽ നിങ്ങൾക്ക് മുത്തുനബി തങ്ങളെ കാണാൻ ഒരു യോഗമുണ്ട്. നബി തങ്ങൾ നിങ്ങളെ ഖബറിൽ വരും സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകൾ ചോദിക്കും മുത്തുനബി തങ്ങളെ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിക്കുമ്പോ പറയാൻ കഴിയണം, ഹാദാ സയ്യിദി മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ പറയാൻ അള്ളാഹു നമുക്ക് അവസരം തരട്ടെ, അള്ളാഹു ഭാഗ്യം തരട്ടെ. മുത്തുനബി തങ്ങൾ വന്നിട്ട് നമ്മുടെ മയ്യത്ത് സ്വീകരിക്കാൻ പറ്റിയ രൂപത്തിലാക്കി തരട്ടെ. അതിനുള്ള കണ്ണ് നല്ല കണ്ണാകണം. ഹറാമ് കാണണ്ട, ഹറാമ് കേൾക്കണ്ട, ഹറാമ് സംസാരിക്കണ്ട, ഹറാമ്